എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് കരുതട്ടെ. കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? I hope all of you are happy in the presence of the Lord. ദൈവസന്നിധിയിൽ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു വചനത്തിനായിട്ട് കാതോർക്കാം. എല്ലാവരും ദൈവവചനത്തിനായിട്ട് ഒരുങ്ങിയതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ആ ഒരു ഒരുക്കം നമുക്ക് ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? ദൈവവചനം നമ്മുടെ ആത്മാവിന് ഭക്ഷണമാണ്. ശരീരത്തിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ശരീരം ചിലർക്ക് കുഴയും, തലകറക്കം ഉണ്ടാവും, ചിലർ താഴെ പോകും, ചിലരുടെ കൈ വിറയ്ക്കും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ആത്മാവിന് ഭക്ഷണമില്ലെങ്കിൽ ആത്മീയമായിട്ടും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നതെന്ന് എത്ര പേര് തിരിച്ചറിയുന്നു? നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും എന്ന വചനത്തിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം. അത് കണ്ടെത്തി ഭക്ഷിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ദൈവിക ജ്ഞാനത്തിൻ്റെ ചിന്തകളിലാണ് ഈ വർഷം ആരംഭിച്ചത്. ആ ചിന്തകളിലൂടെയാണ് നമ്മൾ ആദ്യത്തെ ഞായറാഴ്ചകളിലുടനീളം കടന്നു പോകുന്നത്. പ്രൈസ് ബി ടു ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. അപ്പോൾ നമുക്ക് ആ ചിന്തകൾ തന്നെ നമുക്ക് തുടരാൻ കർത്താവ് സഹായിക്കട്ടെ. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ സഹായിക്കുന്നതാകൊണ്ട് ആ ചിന്തകളിൽ നമുക്ക് മുന്നേറാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും ക്രമീകരിക്കാനും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മളൊരു തീം തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു തീം തരുമ്പോൾ നമ്മൾ ആ തീം ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ ആഴങ്ങളും പരിശോധിക്കുന്നതിൻ്റെ ആധാരം ആ ദൈവവചനത്തിൻ്റെ വെളിച്ചം നിമിത്തം, സത്യം നിമിത്തം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വർഷം ഫോളോ ചെയ്യുന്ന പാസ്റ്റർ അരുൺ 31-ാം തീയതി ആദ്യമായിട്ട് തുടങ്ങി വെച്ച ആ വചനചിന്തകളുടെ തുടർച്ച തന്നെയാണ് ആദ്യത്തെ കുറേ ഞായറാഴ്ചകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് നിങ്ങളും അനുധാവനം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അപഗ്രഥിക്കാനും ഗ്രഹിക്കാനും നിങ്ങളെ ദൈവം സഹായിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഞാൻ പറഞ്ഞ ചിന്തകളുടെ തുടർച്ച എന്ന വണ്ണം ചില സത്യങ്ങൾ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്ററും അതിൻ്റെ തുടർച്ച തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും എടുത്തത്. അത് ശ്രദ്ധിച്ചവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പ്രധാനമായി തുടങ്ങി വെച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ട മേഖലകളെക്കുറിച്ച് ഞാൻ തുടങ്ങി. ഓടിച്ച് പറഞ്ഞാൽ നമുക്ക് പ്രാഥമികമായിട്ട് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നതിൽ നമുക്കൊരു ജ്ഞാനം വേണം. ദൈവവചനത്തിൽ തെളിവായി പറഞ്ഞിട്ടുള്ള ഒരു സത്യം, അത് ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ദൈവവചനത്തിൽ 100% തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, OMന്റെ മരിച്ചുപോയ ജോർജ് വെർവർ ലോകം കണ്ടറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. അദ്ദേഹം മലയാള നാട്ടിൽ വന്ന് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ എറണാകുളം പരിസരത്തും പെരുമ്പാവൂരിലും ഒക്കെ അദ്ദേഹം ഇവിടെയുള്ള ലോക്കൽ ചർച്ചുകളോട് ചേർന്ന് സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്ന് ഒബ്സർവ് ചെയ്തൊരു കാര്യം, മലയാളികൾ എപ്പോഴും എനിക്കൊരു വിളിയുണ്ടോ എന്ന ദൈവഹിതം അന്വേഷിക്കുന്നവരാണെന്ന്. ചിലപ്പോൾ ചിലർ ചോദിക്കുകയാണ്, എനിക്കിനി വിളിയുണ്ടോ? ഒരു സംശയം. അപ്പോൾ അദ്ദേഹം ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ നോക്കി പറഞ്ഞ ഒരു കാര്യം വളരെ സരസമായി ലോകത്തെങ്ങും പാട്ടാണ്. എന്താ ആ വാക്കെന്നറിയാമോ? മലയാളികൾക്ക് വിളിയല്ല ആവശ്യം, ഒരു തൊഴിയാണെന്ന്. ദിസ് ഈസ് വാട്ട് ഹി സെഡ്.
അപ്പം നമുക്ക് വിളിയുണ്ട്, എല്ലാ ദൈവത്തിൻ്റെ ജനത്തിനും വിളിയുണ്ട് എന്ന കാര്യത്തിന് അന്വേഷിക്കാൻ പിന്നെ നമ്മൾ ദൈവസന്നിധിയിൽ തെളിവായ ഒരു ഹിതം നമ്മൾ പിന്നെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു. ഇനി അങ്ങനെ ജീവിക്കേണ്ടത് ദൈവഹിതമാണോ എന്ന് പിന്നെ അന്വേഷിച്ച് പോകണമോ? ആവശ്യമില്ല. ദൈവവചനത്തിൽ വ്യക്തതയോടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യതയോടെ അനുസരിക്കാനുള്ള കൃപയ്ക്കായി നമ്മൾ അതിൻ്റെ മുമ്പിൽ താഴ്ത്തി ദൈവഹിതത്തിനനുസരിച്ച് ചേർന്ന് പോകാനുള്ള പരിശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് അന്വേഷിച്ചത് ഹിതമാണോ എന്ന് ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവഹിതം അന്വേഷിക്കുന്ന മേഖലകളെക്കുറിച്ചൊരു പ്രായോഗിക തലം ഞാൻ പറഞ്ഞതാണ്. വ്യക്തതയോടെ ദൈവവചനം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതപ്പാടെ സ്വീകരിച്ച് അതിന് ചേർന്ന് പോകാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ജ്ഞാനം വേണം, അതിന് അച്ചടക്കം വേണം, അതിന് ആവർത്തനം വേണം. വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കണം. ആത്മീയ സത്യങ്ങൾ, തെളിവായി വെളിപ്പെട്ട ആത്മീയ സത്യങ്ങളെക്കുറിച്ച്, ദൈവഹിതത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതിന് അതിഹിതമാണോ എന്ന് അന്വേഷിക്കരുത്. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം ബന്ധങ്ങളുടെ മേഖലയാണ്. അത് സവിസ്തരം ഞാൻ പ്രസ്താവിച്ചത് കൊണ്ട് ഞാൻ അവിടെ അധികം നേരം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ബന്ധങ്ങളില്ലാത്തൊരു ലോകം നിങ്ങൾക്ക് ചിന്തിക്കാമോ? കുടുംബ ബന്ധങ്ങളാണ് അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് നിൽക്കുന്നത്, അല്ലേ? ബന്ധങ്ങളില്ലാത്തൊരു ലോകം എത്ര ഭീകരമായിരിക്കും. സത്യത്തിൽ തമാശയായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ദൈവം ലോകത്തെ സൃഷ്ടിച്ച ഓരോ ഗോളങ്ങളിലും ഓരോരുത്തരെ ഇട്ടാൽ പോലും പിന്നെയും എത്ര അധികമാണ് ഒരു ഗാലക്സിയിൽ തന്നെ ഗോളങ്ങൾ. സത്യത്തിൽ ജനവാസയോഗ്യമാക്കിയാൽ മാത്രം മതി. ദൈവം അല്ലാതെ ഇതിനെ ജനവാസയോഗ്യമാക്കാൻ എന്തെങ്കിലും ടെക്നോളജി കൊണ്ട് പറ്റുമോ? ഒരിക്കലുമില്ല. ഭൂമിയെ നമ്മൾക്ക് ഇങ്ങനെ കറക്റ്റായി ജനവാസയോഗ്യമായി തന്നു. നമുക്ക് ദൈവം റിലേഷൻഷിപ്പ് തന്നു. ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് ജീവിക്കാനായിരുന്നെങ്കിൽ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കാനുള്ള അത്ര വ്യാപ്തിയുണ്ട് ഈ പ്രപഞ്ചത്തിന്. പക്ഷെ അങ്ങനെയല്ല. റിലേഷൻഷിപ്പ് എന്നുള്ളത് ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ആ സാദൃശ്യം പേറുന്ന നമ്മൾ ബന്ധമില്ലെങ്കിൽ പിന്നെ നമ്മൾ ശൂന്യമാവുകയാണ്, നമ്മൾ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത ദൈവം, സമൂഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത ദൈവം, എല്ലാ ബന്ധങ്ങളെയും എസ്റ്റാബ്ലിഷ് ചെയ്ത ദൈവം അതിനെ എങ്ങനെ മാനിക്കണമെന്ന് കൃത്യമായി ദൈവവചനത്തിൽ രൂപരേഖകൾ നൽകിയിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുമെങ്കിൽ, അത് അനുധാവനം ചെയ്യുമെങ്കിൽ, അതിന് പരിശ്രമിച്ചാൽ അത് വലിയ ജ്ഞാനമാണെന്നും അതിന് അങ്ങനെ ചെയ്താൽ വലിയ അനുഗ്രഹങ്ങളുണ്ടെന്നും ദൈവവചനം പറയുന്നു. ദൈവവചനത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലൊരു കരാറുണ്ടാക്കി ആ കരാറിന് ലംഘനം വരുത്തിയാൽ പോലും ശിക്ഷാവിധി വന്നിട്ടുണ്ട് എന്ന് ചരിത്രവും ദൈവവചനവും സാക്ഷ്യം പറയുന്നു. നിങ്ങൾക്കറിയാമോ? 2 രാജ്യങ്ങൾ തമ്മിൽ കേവലം ഒരു കരാറുണ്ടാക്കിയാൽ പോലും അതൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ഉഭയസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു കരാറുണ്ടാക്കിയാൽ പോലും എത്ര വലിയ കാര്യമാണെന്നറിയാമോ? ബന്ധങ്ങളിൽ നമുക്ക് ദൈവിക ജ്ഞാനം വേണം. ക്ഷമയിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായി മാത്രമേ ബന്ധങ്ങൾ കൊണ്ടുപോകാൻ കഴിയൂ. ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിന് ത്യാഗം വേണം, ത്യാഗം ചെയ്യാൻ മനസ്സ് വേണം. കുടുംബ ബന്ധങ്ങൾ മനോഹരമാകുന്നത് എങ്ങനെയാ? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള മനസ്സുള്ളപ്പോഴാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ ത്യാഗം ചെയ്യാനുള്ള മനസ്സ് അതൊരു ദൈവിക ജ്ഞാനമാണ്. മനുഷ്യനെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ് സത്യം? തൻ്റെ ഏകജാതനായ പുത്രനിൽ എന്ന് പറഞ്ഞ വാക്യമാണ്. വിശ്വസിക്കുന്ന, പറഞ്ഞാട്ടെ, ഏത് മനുഷ്യനും ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകാതിരുന്നാൽ എന്നൊന്ന് ചിന്തിച്ചേ. നൽകി എന്നാണ് വചനം. നൽകാതിരുന്നാലോ?
ഈ ബന്ധത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? He gave എന്ന പദം എന്താണ് ഉദ്ദേശിക്കുന്നത്? He gave himself completely to us as a sacrifice. ഒരു യാഗമായി നമുക്ക് ഏൽപ്പിച്ചു എന്നതാണ്. അപ്പൊ ദൈവസ്നേഹത്തിന്റെ ആധാരം അതാണ്. It is sacrifice. നമ്മുടെ സ്നേഹത്തിന്റെ ആധാരം എന്താണ്? ത്യാഗമാണോ? ത്യാഗത്തിൽ അധിഷ്ഠിതമാണോ? ചെറിയ ചെറിയ ത്യാഗങ്ങളെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്നേഹം, ബന്ധം സുദൃഢമായിരിക്കും. ബന്ധങ്ങളിൽ നമുക്ക് ജ്ഞാനം വേണം. ബന്ധങ്ങൾ പണിയണം. ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ ആണ് ഈ സാക്രിഫൈസുകൾ നമുക്ക് വേണ്ടത്. അപ്പം എങ്ങനെ ഒരാളോടൊപ്പം സഹവസിക്കാം എന്നത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ അതിന് ജ്ഞാനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു ലേൺ ടു ലിവ് വിത്ത് പീപ്പിൾ. നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വി മസ്റ്റ് ലേൺ. അതുകൊണ്ട് വിട്ടുവീഴ്ചകളോടെ, സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ അതിന് ജ്ഞാനം പ്രാപിക്കണം, അതിന് വിധേയത്വം പ്രാപിക്കണം. ഞാൻ മുൻപോട്ട് പോവുകയാണ്. ബന്ധങ്ങളിൽ സങ്കീർണമാണ് മനുഷ്യ സ്വഭാവവും മനുഷ്യബന്ധങ്ങളും. എത്ര സങ്കീർണമാണെങ്കിലും അതിന് കൈകാര്യം ചെയ്യാനുള്ള ദൈവിക ജ്ഞാനം നമുക്ക് ദൈവം തരും. ദൈവം തരും. ദൈവസഭയുടെ അത്രയും, ഇന്ത്യയുടെ ഒരു സ്ലോഗൻ തന്നെ എന്താണ്? നമ്മുടെ നാഷണൽ ആന്തത്തിൽ എഴുതി ചേർത്ത ഒരു കാര്യം, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ഡൈവേഴ്സായ, നാനാത്വമുള്ള രാജ്യം ഇന്ത്യയാണ്. ഇത്രയും ഡൈവേഴ്സായ ഒരു കൺട്രി ലോകത്തില്ലെന്നുള്ള, അത്രയും അധികം പീപ്പിൾ ഗ്രൂപ്പുകൾ, ജനവർഗങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ ഈ ഭാരതത്തിലുണ്ട്. ഇത്രയും അധികം. പക്ഷെ ഞാൻ പറയും, ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാനാത്വമുള്ളത് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ സഭയാണ്. It is a church of Jesus. കാരണം അത് ലോകത്തിലുള്ള സകല വംശങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും അതിലുണ്ട്. Is it not true? അതാണ് സത്യം. അപ്പൊ ഇത്രയും അധികം ഡൈവേഴ്സായ നമ്മൾ, കുഞ്ഞാടേ അങ്ങ് അറുക്കപ്പെട്ടു, അത് നമ്മൾ പറയുന്ന വാക്യം, എനിക്ക് കർത്തൃമേശയുടെ സമയത്ത് ആ വാക്യം പറയാൻ വലിയ ആവേശമാണ്. കാരണം അതാണ് സത്യം. അത് സത്യം. അത്രയും അധികം ഡൈവേഴ്സായ ഈ ലോകത്തിലെ എല്ലാ വംശങ്ങളും പ്രതിനിധീകരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അത്രയും ഡൈവേഴ്സിറ്റി എന്തിനാണ്, ഏത് സ്ഥലത്താണ്, ഏത് രാജ്യത്തിലാണുള്ളത്? Yet we are one in Christ. ദൈവം ബന്ധങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ വൈവിധ്യങ്ങളെ, ഏകത്വം എന്നത് ഒരു ഡിവൈൻ ഫിലോസഫിയാണെന്ന് ഞാൻ പറയുന്നു. ദിവ്യമായ ഒരു തത്വം. അപ്പോൾ നമ്മൾ എത്ര വ്യത്യസ്തരാണെങ്കിലും we can be united in Christ and in spirit. ആത്മാവിലും ക്രിസ്തുവിലും നമുക്ക് യുണൈറ്റഡ് ആവാൻ കഴിയും. അതിനുള്ള ഗ്രേസ്, ജ്ഞാനവും ദൈവമേ എനിക്ക് തരണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അതിന് ഞാൻ എന്ത് മാറ്റം വരുത്താൻ എനിക്ക് കഴിയണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുണ്ടാവേണ്ടത്. മൂന്നാമത്തെ മേഖല ഞാൻ പറഞ്ഞത്, മാതാപിതാക്കൾ, പാരൻറ്റിങ്ങും ഫാമിലിയിലും നമുക്ക് ദൈവിക ജ്ഞാനം വേണ്ട ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ആഴ്ചയിലല്ലേ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത വന്നത്? കഴിഞ്ഞ ആഴ്ചയിലല്ലേ? ആത്മീയമായിട്ട് പ്രസംഗിച്ചും ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുത്തും ജീവിച്ച ഒരു യുവാവ് സ്വന്തം പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ, ഒത്തിരി ദൂരത്തൊന്നുമല്ല, നമ്മുടെ അടുക്കൽ. ആ മാതാവിൻ്റെ രോദനം നമ്മുടെ ചെവികളിലുണ്ട് അല്ലേ? ഈ കാലഘട്ടത്തിൽ നമുക്ക് തലതിരിഞ്ഞ് ചിന്തിക്കുന്ന, മത്സരബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് ദൈവിക ജ്ഞാനം വേണ്ടേ?
പ്രാർത്ഥന വേണ്ടേ? ദൈവകൃപ വേണ്ടേ? നമുക്കത് ആവശ്യമാണ് പ്രിയരെ. കുഞ്ഞുങ്ങളെ റേസ് ചെയ്യാൻ, അവരെ വളർത്തിക്കൊണ്ട് വരാനുള്ള ജ്ഞാനത്തിനായിട്ട് മാതാപിതാക്കൾ കരയേണ്ട കാലങ്ങളാണിത്, പ്രാർത്ഥിക്കേണ്ട കാലങ്ങളാണിത്. അതിന് നമുക്ക് ജ്ഞാനം വേണം. അറിവിൻ്റെ കാര്യത്തിൽ നമ്മളെക്കാൾ അഗ്രഗണ്യരായി അവർ തീർന്നു. അവരുടെ വിരൽത്തുമ്പുകളിൽ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അതല്ല ജ്ഞാനം, അതല്ല ജ്ഞാനം. അതാണ് സദൃശവാക്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനത് പറഞ്ഞ കാര്യമായതുകൊണ്ട് ഓടിച്ച് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നത് മാത്രമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ദൈവമേ എനിക്ക് ജ്ഞാനം വേണമെന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച്, ഈ ലോകത്തിന് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാക്കൾ ഈ ലോകത്ത് പ്രവർത്തനക്ഷമമാണ്. അതിനെ അനുസരിച്ച് നടന്നാൽ നാശമാണ് എന്ന് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട കാലമാണിത്. There is a spirit of rebellion. ഈ ആത്മാവ് നമ്മുടെ ചുറ്റും വ്യാപരിക്കുന്നുണ്ട്. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ആകാശത്തെ അധികാരത്തിന്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ഇവയൊക്കെ നമ്മളെ മത്സരികളാക്കി തീർക്കുന്നു. അച്ചടക്കത്തിന് വിധേയമാക്കുവാൻ നമ്മളെ അനുവദിക്കാതെ ഇരിക്കുന്നു. അവയെ അനുസരിച്ച് നടക്കരുത്. അത് ദൈവിക ജ്ഞാനത്തിന് വിരോധമാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മുമ്പോട്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ വ്യക്തമാക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവത്തെ മാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ആഴ്ചയിൽ വചനം സംസാരിച്ചപ്പോൾ ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി. പല കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അതിലൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വളരെ പതിഞ്ഞു. അത് ഏത് തീരുമാനം എടുക്കുമ്പോഴും ആദ്യത്തെ പ്രതികരണം പ്രാർത്ഥനയാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എത്ര പേർക്ക് അത് ആ വിധത്തിൽ കത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൽ ജോസഫ് അങ്കിൾ പറഞ്ഞു, ഇപ്പം മുട്ടുസൂചി നഷ്ടമാക്കിയ നമ്മളാരും പ്രാർത്ഥിക്കാൻ തുനിയാറില്ല, നമ്മൾ അങ്ങ് സെർച്ച് ചെയ്യത്തേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം. ചെറിയ കാര്യങ്ങളിൽ എന്തിനാ ദൈവത്തിനെ വിഷമിപ്പിക്കുന്നതുകൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്ത് കാര്യമാണെങ്കിലും എന്ത് നഷ്ടമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആദ്യത്തെ പ്രതികരണം ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണം തന്നെ ഒരു പ്രാർത്ഥനയാണ്. Now you with me? അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രതികരണം. അതോ വെപ്രാളപ്പെട്ട് നമ്മൾ ആകെപ്പാടെ വെപ്രാളപ്പെടുന്ന പ്രതികരണമാണോ ഉള്ളത്? പ്രാർത്ഥനയാണോ? വെപ്രാളമാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ജ്ഞാനം. എന്ത് കാര്യവും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനോഭാവം. എല്ലാ തീരുമാനങ്ങളും ചെറുതും വലുതുമാകട്ടെ, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നു, എന്ത് കാര്യത്തിലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നൊരു കാര്യം, ഏത് വഴികളും ഏത് കാര്യമാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന്. ഓരോ യാത്രകളിലും പ്രാർത്ഥിച്ചു തുടങ്ങണം. അത് 10 സെക്കൻഡ് നിങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ, കുഴപ്പമില്ല. ബട്ട് യു സ്റ്റിൽ പ്രേ. പ്രാർത്ഥിച്ച് ചെയ്യൂ. ജീവിതത്തിലെ ഏത് തീരുമാനങ്ങളാണെങ്കിലും ആ തീരുമാനങ്ങളിലൊക്കെ ദൈവത്തെ മാനിക്കുന്ന മനോഭാവം. ദൈവമേ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, സൗഹൃദം കൂടുന്ന കാര്യത്തിൽ, ഏത് കാര്യത്തിലും അവരൊരു പ്രശ്നം നമ്മളോട് പറഞ്ഞു, അതിനെ കൈകാര്യം ചെയ്യാൻ എല്ലാറ്റിനും നമുക്ക് ജ്ഞാനം വേണം. നമ്മളെല്ലാം എൻ്റെ തീരുമാനമാണെന്ന് പറയുന്നത്, ഇറ്റ്സ് മൈ ഡിസിഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്നലെ നമ്മളൊരു വിവാഹ നിശ്ചയ ശുശ്രൂഷ കുര്യാക്കോസ് പാസ്റ്ററുടെ മകൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു. ജീവിതത്തിലെ രണ്ടാമത്തെ വലിയ തീരുമാനമാണ് ഒരാൾ ആരുടെ കൂടെ ജീവിക്കുമെന്ന് എടുക്കുന്ന തീരുമാനം. ഇതിനു വേണ്ടി എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം നല്ലതാണെന്ന് ഞാൻ പറയും. ജീവിതത്തിലെ രണ്ടാമത്തെ വലിയ തീരുമാനമാണ്. ഒന്നാമത്തെ തീരുമാനം അപ്പോൾ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ആരെന്ന് പറയും, നമ്മൾ കർത്താവിനെ ആരാക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു ഭക്തൻ പറഞ്ഞ രണ്ടാമത്തെ തീരുമാനം ആരോടൊപ്പം ജീവിക്കും എന്നുള്ളതാണെന്ന്. ഇറ്റ് ഈസ് ട്രൂ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെ എത്രമാത്രം പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു? അതോ സ്വന്തം ജ്ഞാനത്തിലും വിവേകത്തിലും സ്റ്റാറ്റസിനനുസരിച്ചൊരു പങ്കാളിയെ കണ്ടെത്തുക അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണോ? The more you pray, പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ ആരാധിക്കുകയാണ്. കർത്താവേ, എൻ്റെ തീരുമാനത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം വേണം, എനിക്ക് ജ്ഞാനം വേണമെന്ന് നമ്മൾ പറയുക. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിൽ ദൈവത്തെ ഓർത്തുകൊണ്ട് നമ്മളത് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, അത് ആഗ്രഹിക്കുമ്പോൾ, നമ്മളത് ദൈവത്തെ ആരാധിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. അതാണ് ജ്ഞാനം. ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുമ്പോട്ട് പോകട്ടെ. പ്രായോഗിക ജീവിതമാണ്. നമുക്ക് ജ്ഞാനം എല്ലാ മേഖലകളിലും ആവശ്യമാണ്. ചില ഏരിയകളാണ് പറഞ്ഞത്. തീരുമാനങ്ങൾ എന്നും എടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാറ്റിലും നമ്മൾ എത്രമാത്രം ആലോചന ചോദിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കൂ. നമ്മുടെ ജോലിയും സാമ്പത്തിക മേഖലകളും ഞാൻ സ്പർശിച്ചൊരു കാര്യമാണ്. Now I get money, I do what I want with my money എന്നതാണ് ഈ ലോകത്തിലെ ഒരു മനോഭാവം. ദൈവം എന്നെ ഏൽപ്പിച്ചതാണെന്നും ധനമുണ്ടാക്കുവാനുള്ള ജ്ഞാനവും ബലവും നൽകുന്നത് ദൈവമാണെന്നുമാണ് വചനം പറയുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് ധനമുണ്ടാക്കുന്നുണ്ടോ? നിങ്ങളൊരു കമ്പനിയുടെ CEO ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത് വർക്കറാണെങ്കിലും, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ധനമുണ്ടാക്കാനുള്ള ജ്ഞാനവും ബലവും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നത് ദൈവമാണ്. അത് എത്ര ചെറുതായിരുന്നാലും എത്ര വലുതായിരുന്നാലും അതിന് ദൈവത്തോട് കണക്ക് കൊടുക്കണം എന്ന മനോഭാവത്തോടെ അതിൻ്റെ നല്ല കാര്യവിചാരകന്മാരായി, ഗൃഹവിചാരകന്മാരായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ജോലി ആ വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് എംപ്ലോയറിന് വേണ്ടിയിട്ടോ കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ല, അത് ദൈവത്തിന് എന്ന പോലെ ചെയ്യുവാൻ, ആ ജാഗ്രതയോടെ ഉത്സാഹത്തോടെ ചെയ്യാൻ, മനസ്സോടെ ചെയ്യാൻ ഉള്ള ആലോചനയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ ആ ഭാഗം പറഞ്ഞതായതുകൊണ്ട്, റിമൈൻഡർ ആയതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഫൈനാൻസ് മാനേജ്മെൻറ്റിലും നമ്മുടെ വർക്ക് ലൈഫിനെ കുറിച്ചും നമുക്ക് കൃത്യമായ ദൈവവചനത്തിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ന്യായമായിട്ട് കൊണ്ടുപോകുവാനും മുമ്പോട്ട് മുട്ടില്ലാതെ ജീവിക്കുവാനുമുള്ള കൃപ ദൈവം തരും എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ നമുക്കൊരു സമൂഹത്തെ അടച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില സമൂഹത്തെക്കുറിച്ച് അങ്ങനെ അടച്ചു പറയാറുണ്ട്. പണം കിട്ടുമ്പം അവർക്ക് ചാകരയാണ്, പണം ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ അടുപ്പിൽ കഞ്ഞി പോലും ഇടാൻ വകയുണ്ടാവില്ല. അങ്ങനെയുള്ള മനോഭാവമാണോ, മാനേജ്മെൻ്റ് ആണോ നമുക്ക് എന്ന് നമ്മൾ ചോദിക്കണം നമ്മളോട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരുത്തണ വചനം അങ്ങനെയല്ല പറയുന്നത്. ഉറുമ്പിനെ നോക്കിപ്പോലും ബുദ്ധി പഠിക്കാനാണ് പറയുന്നത്. വേനൽക്കാലത്തേക്ക് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. ഉറുമ്പിനെ നോക്കിപ്പോലും ബുദ്ധി പഠിക്കാൻ ദൈവവചനം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആഘോഷങ്ങൾ വേണ്ട എന്നല്ല, അത് അഫോർഡ് ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. നാളെയെക്കുറിച്ചൊരു കാഴ്ചയുള്ളവരായിരിക്കണം അത് മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാതെ അടിച്ചു പൊളിച്ച് പിന്നെ കടം വാങ്ങിച്ച് അടിച്ചു പൊളിക്കാനുള്ള മനോഭാവം അത് ദൈവവചനത്തിൽ ഒട്ടും ചേരുന്നതല്ല.
അതൊട്ടും ചേരുന്നതല്ല. അതിനുള്ള ഒരു ജ്ഞാനം ദൈവമേ എനിക്ക് തരണമേ. എനിക്ക് ജീവിതത്തിൽ മുട്ടുണ്ടെങ്കിൽ അത് തീർത്തു തരാൻ ദൈവം വിശ്വസ്തനാണ്. അതിനെനിക്ക് ബലവും ജ്ഞാനവും സാധ്യതകളും ഒരുക്കി തരുന്ന ദൈവം ജീവിക്കുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ദാറ്റ് ഈസ് ട്രൂ. അതൊരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി ദൈവം തുറന്നു തരും. എല്ലാ കാലത്തും നിങ്ങളെ അങ്ങനെ വിഷമിപ്പിച്ച് പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷെ അതിന് ജ്ഞാനത്തോടെ പ്രവർത്തിക്കാൻ, നമ്മൾ ദൈവവചനത്തിലെ സത്യങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് വേണം. അലസതയെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ഉത്സാഹം കൈവെടിയരുത്. നമ്മൾ മുമ്പോട്ട് പോകുന്നു. അടുത്തൊരു മേഖല ഞാൻ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിലെ സംഘട്ടനങ്ങളെ കൃപയോടുകൂടെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അവിടെ ഞാൻ സവിസ്തരം പറഞ്ഞതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. പക്ഷെ സംഘട്ടനം എന്നുള്ളത് നമുക്കൊരുപാട് കൃപ വേണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാൽ പോലും മറ്റുള്ള കുഞ്ഞുങ്ങളോടൊപ്പം വഴക്ക് കൂടി മുറിവേൽപ്പിച്ച് വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് നടന്ന ആ റാഗിങ് കേസുകൾ നമുക്ക് അറിയാം. പക്ഷെ ആ കുഞ്ഞിന് അത് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മുമ്പേ കൂട്ടി അറിയിക്കേണ്ടവരെ അറിയിക്കാൻ പോലും പേടിച്ചിട്ട് അറിയിച്ചില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. തുറന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങൾ, അവർക്കൊരു സങ്കടമുണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ നമ്മുടെ ഭവനങ്ങൾ അതിനനുസരിച്ചുള്ള കണ്ടീഷൻഡായിരിക്കണം. പ്രശ്നം വഷളാകുന്നതിന് മുൻപേ അതിനെ ആ പ്രശ്നം, ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് എത്ര വലിയൊരു കാര്യമാണ്. ആ മകൻ അല്ലേ, അത് വലിയൊരു കാര്യമാണ്. അത് സംഭവിച്ചില്ല. അതിനു മുമ്പ് കൈകാര്യം ചെയ്യാൻ, അതിൻ്റെ പ്രൊസീഡിങ്സിലേക്ക് പോകാൻ ദൈവം കരുണ ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. അല്ലെങ്കിൽ അതൊരു ആത്മഹത്യയിൽ കലാശിക്കുമായിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മുഖത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവർക്കത് കൈകാര്യം ചെയ്യാനുള്ളൊരു ജ്ഞാനം വേണം. അതേത് വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ, അത് കൃത്യമായ സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ജ്ഞാനം ആവശ്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപാടുകളിൽ സംഘട്ടനങ്ങളുണ്ട്. ചില സമയത്ത് നമ്മൾ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് ആ വെട്ടിത്തുറന്ന് പറയുന്നതിലൂടെ തന്നെ ഒരു സംഘട്ടനമാവുകയാണ്. എല്ലായിടത്തും വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്ന ആളാകട്ടോ, ഞാനിങ്ങനെയുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃപയോടുകൂടെ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ കൃത്യസമയത്ത് പറയാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരു വലിയ വഴക്ക് തന്നെ ഇല്ലാതാവില്ലേ? അങ്ങനെ മറ്റുള്ളവരോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെ അതിനൊരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അത് ഭവനത്തിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ചേർച്ചിലാണെങ്കിലും നമ്മൾ അന്യോന്യമാണെങ്കിലും നമുക്കത് വളരെ കൃപയോടുകൂടെ സ്നേഹത്തിൽ സത്യം സംസാരിപ്പാൻ ദൈവം നമുക്ക് കഴിയണം. നമ്മൾ കോംപ്രമൈസ് ചെയ്യണ്ട. സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് മുൻപോട്ട് പോകുന്നു. ഇനി ചില മേഖലകൾ കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിലെ ധാർമ്മികമായ മേഖലകളിൽ സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മുടെ എത്തിക്കൽ ചോയ്സുകളിൽ നമുക്ക് വകതിരിവ് വേണം. ശരിയും തെറ്റും ഇത് വചനത്തിന് അനുസരണമാണോ? ഒരു സമൂഹത്തിൽ ഏത് കാര്യമാണെങ്കിലും ഇത് അതിനനുസരണമാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഇതൊരു പ്രാക്ടിക്കൽ ലെസൺ ആയതുകൊണ്ട് ഒത്തിരി എക്സൈറ്റിംഗ് സെർമണായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. അപ്പൊ ഈ വഴിയുടെ പ്രത്യേകത എന്താ? ഇത് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന സെൽഫായിട്ട്
സ്വന്തം ചിന്താഗതിയും അറിവുകളും അനുസരിച്ച് മാത്രം തിരഞ്ഞെടുക്കുന്ന വഴിയാണ്. നമുക്ക് ചൊവ്വായി തോന്നും അത്. ഇറ്റ് കുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് ദ വേൾഡ് നോം. ലോകത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയോട് ചേരുന്നതായിരിക്കാം അത്. പക്ഷെ ദൈവത്തോട് ചോദിച്ചില്ല, വചനത്തോട് ഒത്തുനോക്കിയില്ല. അതൊരിക്കലും നമ്മളെ സുരക്ഷിതത്വത്തിൽ എത്തിക്കില്ല എന്നുള്ളതാണ്. അതൊരിക്കലും അതിൻ്റെ സമാപ്തി മനോഹരമായിരിക്കില്ല എന്നതാണ് വചനം പറയുന്നത്. മീഖ 6:8 വാക്യം കൂടെ ചേർത്ത് വായിക്കാമോ? മീഖായുടെ പുസ്തകം 6 അധ്യായത്തിന്റെ 8 വാക്യം, വളരെ പ്രശസ്തമായ വാക്യം. നല്ലതെന്തെന്ന് ദൈവം കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിക്കാൻ, ദയാതൽപരനായിരിക്കാൻ, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാൻ. അല്ലാതെ എന്താകുന്നു? പാസ്റ്റർ അരുൺ കൂടെ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ന്യായം പ്രവർത്തിപ്പാൻ, റൈറ്റ്. ഏത് സാഹചര്യത്തിലും ഒന്ന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കുന്നത്? റൈറ്റ് ആണോ, ശരിയാണോ തെറ്റാണോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനൊരു അളവുകോല് വേണം, അല്ലേ? ഈ അളവുകോൽ ഏതാ? ഈ റൈച്ചസ് ന്യായം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ, ദയാ തൽപരനായിരിക്കുക എന്ന് പറയുമ്പോൾ, ഏതാണ് ഇതിനൊരു അളവുകോലില്ലാതെ പറ്റുമോ? എന്താണ് അളവുകോൽ? നമ്മുടെ അളവുകോൽ എന്താ? ന്യായമാണോ, നീതിയാണോ, സത്യമാണോ, അസത്യമാണോ എന്നതിൻ്റെ അളവുകോലാണ് ദൈവത്തിൻ്റെ വചനം. ക്രിസ്തുവാണ് നമ്മുടെ അളവുകോൽ, കർത്താവാണ്. ഒരു സാഹചര്യത്തിൽ കർത്താവായിരുന്നെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും എന്ന് ചിന്തിച്ചു വേണം നമ്മളൊരു തീരുമാനമെടുക്കാൻ, പ്രവർത്തിക്കാൻ. അങ്ങനെയാണോ നമ്മൾ? ദൈവവചനവുമായിട്ട് തട്ടിച്ചു നോക്കി ആണോ നമ്മൾ ഓരോ കാര്യങ്ങളും എടുക്കുന്നത്? നീതിയാണോ? അപ്പൊ ഞാൻ ചെയ്യുന്നത് നീതിയാണോ, ശരിയാണോ എന്ന ഒരു ചിന്താഗതി. ഞാൻ ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് ശഠിക്കുന്നവൻ ആരാണെന്നറിയാമോ? ബൈബിള് അവന് വിളിക്കുന്നൊരു പേരുണ്ട്, മൂഢനെന്ന്. ഫോളി എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തത് അതിനെക്കുറിച്ച് പറയാനാണ്. വിസ്ഡത്തെ മനസ്സിലാക്കാൻ സദൃശ്യവാക്യങ്ങൾ ഏറ്റവും മനോഹരമായി നമുക്ക് വരച്ചു കാണിക്കുന്നൊരു കാര്യമുണ്ട്. മൂഢത അഥവാ മൂഢൻ എന്ന യാഥാർത്ഥ്യം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെന്ന് വചനം പറയുന്നുവെങ്കിൽ, അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ മൂഢൻ തുടങ്ങുന്നത് തന്നെ അവന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവം ഇല്ല കേട്ടോ. That is the basis of his thought. അവന്റെ ചിന്താധാരയുടെ അടിസ്ഥാനം അതാണ്. ദൈവമില്ല, ആരും കാണുന്നില്ല, ചോദിക്കാൻ ആരുമില്ല എന്ന മൂഢമായ ചിന്താധാരയിൽ അടിസ്ഥാനപ്പെട്ടാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ. എന്നാ ദൈവഭക്തി, ജ്ഞാനത്തിന്റെ ആരംഭം എന്നത് അത് എക്സാക്ട്ലി ഓപ്പോസിറ്റായി. അപ്പം മൂഢനും ജ്ഞാനവും തമ്മിൽ വേർതിരിച്ച് നമ്മൾ ഇനി സദൃശവാക്യങ്ങൾ നോക്കിയാൽ എന്താണ് ജ്ഞാനമെന്നും എന്താണ് മൂഢതയെന്നും കൃത്യമായി നമുക്ക് വെളിപ്പെട്ടു വരും. അതിൽ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ, സുരക്ഷിതത്വത്തിൻ്റെ മാർഗത്തിൽ, സമാധാനത്തിൻ്റെ മാർഗത്തിൽ ഞാൻ യാത്ര ചെയ്യുമെന്ന് തീരുമാനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ജീവിതത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പുകളിലും, സമൂഹത്തിൻ്റെ ഓരോ ഇടപാടുകളിലും വകതിരിവും ശരിയും തെറ്റും വചനത്തോട് ചേർത്ത് വെച്ച് ചിന്തിച്ച് ശരിയുടെ പാതയിൽ യാത്ര ചെയ്യാൻ, ഞാൻ തെറ്റാണെങ്കിൽ എന്നെ തിരുത്താൻ എനിക്ക് മനസ്സ് വേണം, താഴ്മ വേണം. സത്യത്തിൽ താഴ്മ അതാണ്, ദൈവവചനത്തിന് കീഴ്പ്പെടുന്നതാണ്. ഞാൻ ശരിയല്ല, എൻ്റെ ചിന്താഗതി ശരിയല്ല, എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നത് താഴ്മയാണ് പ്രിയരെ. എൻ്റെ ചിന്ത ശരിയാക്കണമേ,
ചിലപ്പോഴെങ്കിലും ഒരു വലിയ ഭക്തൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു വലിയ ഉപദേശമുണ്ട്. ചിലപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ ശരിയായി ചിന്തിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന്. Sometimes we don't think right. ശരിയായി ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ വഴി തെറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും നാട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ശരിക്ക് നമുക്കറിയാവുന്ന ഒരു വഴിയെ നമ്മൾ യാത്ര ചെയ്യും, പെട്ടെന്ന് നമുക്കൊരു പിടിയും കിട്ടത്തില്ല എവിടെയാണ് നമ്മളെന്ന്. I don't know if you have experienced it. ഇന്നലെ നമ്മുടെ യാത്രയിൽ കോട്ടയം പരിചയമുള്ള ഒരു അങ്കിളിനൊരു പ്രശ്നം പറ്റി. ഹി നോസ് കോട്ടയം ഇൻസൈഡ് ഔട്ട്. പക്ഷേ യാത്ര ചെയ്ത് വന്നപ്പോൾ പുള്ളിക്ക് എവിടെയാണെന്ന്, എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് പിടികിട്ടിയില്ല. ഇറ്റ് ഹാപ്പൻസ് ടു എവറിബഡി. നമുക്കെല്ലാം സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ നമ്മൾ ശരിയായ ഒരു കാഴ്ച ഉണ്ടാകുന്നതിന് വരെ ഒരു കറക്കം കറങ്ങിയിട്ടാണ് ഇന്നലെ ഞങ്ങൾ ശരിയായ വഴി വന്നത്. ഒരു 2-3 കിലോമീറ്റർ കറങ്ങി. ആ പോയിന്റിലേക്ക് നമ്മൾ വരണം. ശരിയായി ചിന്തിക്കാൻ, കാര്യം നമ്മുടെ സ്ഥിതി മനസ്സിലാക്കാൻ, നമ്മൾ എവിടെയാണെന്ന് അറിയാൻ നമ്മളൊരു കൃത്യമായ ലാൻഡ്മാർക്കിൽ വരണം. Then we know the way. നമുക്ക് അറിയാനായിട്ട് കഴിയും. ശരിയായി ചിന്തിക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? കാരണം മൂഢത നമ്മളെ പറ്റിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ വടി ഉപയോഗിക്കാൻ സദൃശവാക്യങ്ങൾ പറയുന്ന മൂഢത അവരുടെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശിക്ഷണത്തിന് വിധേയമാകുന്നൊരു ലോകമല്ല ഈ ലോകം. തെറ്റ് തിരുത്താൻ ഇഷ്ടമല്ല. കാരണം തെന്നോ അവർക്ക് അറിവുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മളെല്ലാം അങ്ങനെയൊക്കെയുള്ള മനോഭാവങ്ങളിലൂടെ, അപ്ബ്രിങ്ങിങ്ങിലൂടെ വന്നതാകൊണ്ട് പലപ്പോഴും നമുക്കത് തെറ്റ് തിരുത്താൻ ഇഷ്ടമല്ലാത്ത മനോഭാവമാണ്. വചനം പറയുന്ന ശാസന ത്യജിക്കുന്നവൻ മരിക്കുമെന്നാണ്. റബ്യൂക്ക്, നേരെയുള്ള തെറ്റുകൾ തിരുത്തി നല്ല കാര്യത്തിന് വേണ്ടി ശാസിക്കുന്നത് നമ്മൾ ത്യജിക്കാൻ ഇടയാവരുത്. അതിനൊരു കൃപയും താഴ്മയും നമുക്ക് വേണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോ മോറൽ ആൻഡ് എത്തിക്കൽ ചോയ്സിൽ വകതിരിവോടെ നമുക്ക് മൂവ് ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നീതി ഏതാ, സത്യം ഏതാ എന്ന് കൃത്യമായിട്ട് അതിർവരമ്പുകൾ ദൈവവചനത്തിലുണ്ട്. ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കണം. ആ വിവേചിക്കാനുള്ള ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. അതിനൊത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സയൻസ് ഒന്നും അല്ലത്. അത് വളരെ ലളിതമായി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിപ്പാനുള്ള മനസ്സ്, ഒരുക്കം ദൈവമേ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റൊരു മേഖല ഞാൻ തൊട്ടതാണെങ്കിലും അധികം പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളെ അതിജീവിക്കുന്ന കാര്യങ്ങളിൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ദൈവിക ജ്ഞാനം വേണമെന്ന്. സത്യത്തിൽ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ, 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന വിഷയത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. അപ്പം വിശ്വാസത്തിന് എന്തുണ്ട്? പരിശോധനയുണ്ട്. നമ്മളെല്ലാം ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വിശ്വാസത്തിൻ്റെ പരിശോധനകളിലൂടെ കടന്നു പോകും. അത് നമ്മളെ സ്ഥിരതയുളവാക്കാനും നമ്മളുടെ വിശ്വാസം സത്യമായ വിശ്വാസമാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശോധനകളാണ്. താഴോട്ട് വായിച്ചേ, 4-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളിൽ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. എവിടെയാണ് പറയുന്നത്? 5-ാം വാക്യമാണെന്ന് തോന്നുന്നു മലയാളത്തിൽ. നിങ്ങൾ ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എന്നത് ഈ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അതിൻ്റെ പ്രൈമറി കോണ്ടെക്സ്റ്റ് അതാണ്.
നമുക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കാൻ വേറെ ഇഷ്ടംപോലെ ജ്ഞാനത്തെക്കുറിച്ചുള്ള വചനങ്ങൾ ദൈവവചനത്തിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ജ്ഞാനത്തിനായി ദൈവത്തോട് അപേക്ഷിക്കാം. പക്ഷേ ഇവിടത്തെ പ്രൈമറി കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പരിശോധനകളുടെ നടുക്കാണ് നമുക്കാകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. 23-ാം സങ്കീർത്തനത്തില് കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും, ആ വാക്യം എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. കണ്ണടച്ചാൽ വഴി കാണുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ കണ്ണൊന്ന് ഇറുക്കി അടച്ചിട്ട് നിങ്ങൾക്ക് ശരിക്ക് എവിടെയും മുട്ടാതെ വെളിയിലോട്ടൊന്ന് പോകാമോ? പറ്റില്ല അല്ലേ? സം പീപ്പിൾ ട്രിക്ക്. ചിലപ്പോൾ കണ്ണ് അല്പം ചെറുതായിട്ട് ചിമ്മിയിട്ട് പോകാനൊക്കെ ശ്രമിക്കും. കണ്ട് ഇരുട്ടാണെങ്കിൽ നമുക്ക് ആർക്കും കണ്ണ് കാണില്ല, ആണോ? ശരിക്കും ഇരുട്ടാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കണ്ണ് കാണുമോ? അപ്പൊ കൂരിരുൾ താഴ്വരയിൽ കൂടെ ആടിന് പകരം നമ്മളാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കാണാം എന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കാണില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു. ഹൃദയദൃഷ്ടി കൊണ്ട് നമുക്ക് എന്തെങ്കിലും കണ്ടാൽ തീർച്ചയായിട്ടും ഹൃദയദൃഷ്ടി പ്രകാശിക്കാം. Now tell me, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ നടക്കുന്ന അവസ്ഥയായി ടെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ശരിക്ക് 23-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം, ഇറ്റ് ഈസ് എ ടൈം ഓഫ് ടെസ്റ്റിംഗ്. ആ സമയത്ത് what do you need to do? വഴി കാണാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണോ? അവിടെ പറയുന്ന നടന്നാലും എന്നാണ്. വഴി കാണാത്ത കൂരിരുളിലൂടെ ഒരാടിങ്ങനെ നടന്നു കണ്ണടച്ച് നമുക്ക് നടന്നാൽ നമുക്ക് ശരിക്കും മനസ്സിലാകും. നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന വാഗ്ദത്തം റിയലിസ്റ്റിക് ആവുന്നത് അങ്ങനെയാണ്. നമുക്കൊരു നിശ്ചയമില്ലാത്ത സമയത്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും ശോധനകളിലുമാണ് ദൈവം നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാണ് വചനം പറയുന്നത്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്നാണ് പറയുന്നത്. അത് എന്തിനാ അടുത്ത തുണ നിൽക്കുന്നതെന്ന് അറിയാമോ? ആട് ഈ പച്ച ഡേ ലൈറ്റിൽ പോലും തെറ്റിപ്പോകുന്നതാണ് ആട്. പറഞ്ഞു മനസ്സിലായോ? ആടുകളെ പോലെ നമ്മൾ തെറ്റിപ്പോകുന്നു എന്ന് വചനം പറയുന്നത് അതുകൊണ്ടാണ്. ആടിന് പകലാണെങ്കിലും വഴിതെറ്റും. അപ്പൊ പിന്നെ ഇരുട്ടിലാണെങ്കിലോ എത്ര വഴിതെറ്റും? 100 തവണ വഴിതെറ്റും. പരിശോധനയുടെ നടുവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്തിനാ അടുത്ത് നിൽക്കുന്നത്, എന്തിനാ കൂടെ നിൽക്കുന്നത്? ശോധനകളുടെ നടുവിൽ നമ്മൾ വഴി തെറ്റാതിരിക്കാനാ, നമ്മളെ പുറത്ത് കൊണ്ടുവരാനാ. പക്ഷെ നമുക്ക് മക്കളെന്ന നിലയിൽ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് വളരെ ടെസ്റ്റിലൂടെ, ഇതൊരു വേർഡാണ്, നമുക്ക് ദീർഘകാലങ്ങളായി ശോധനകളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, ക്വയറ്റായിട്ട് നിങ്ങൾ ദൈവത്തോട്, ദൈവം എനിക്കൊരു ജ്ഞാനം തരണം, എനിക്കിതിന് പുറത്തു വരണം, എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ജ്ഞാനം തരണമെന്ന് പറഞ്ഞാൽ ദൈവം ജ്ഞാനം നൽകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ, ആ സ്ഥിരതയിലേക്ക് അതിനൊരു ഓവർകം ചെയ്യാനുള്ളൊരു വഴി ദൈവം നമുക്ക് കൂരിരുളിൻ്റെ നടുവിൽ തുറന്നു തരുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വഴി അടഞ്ഞു പോയ, ഒരു വഴിയുമില്ലാത്തിടത്ത് വഴി തുറക്കുന്നവനാണ് ദൈവമെന്ന് നമ്മൾ പാടുക മാത്രമല്ല, അതെത്ര സത്യമാണ്. ചരിത്രത്തിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ എത്ര സത്യമാണ്. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പരിശോധനകളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ജ്ഞാനത്തിനായി ചോദിക്കാറുണ്ടോ? ഒരു ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ജ്ഞാനത്തിനായി ചോദിക്കാറുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ കുറിച്ച് വെച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചോ എന്നറിയില്ല. Can we read that verse? So 1 Corinthians
chapter 10 verse 13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കും. ഇതൊരു ജ്ഞാനമാണ്. ഇത് ദൈവം നമുക്ക് പരിശോധനകളുടെ നടുവിൽ തുറന്നു തരുന്ന വാതിലായിരിക്കും, ജ്ഞാനമായിരിക്കും. ഒരു വഴി, അതിലൂടെ കൂരിലൂടെ നടന്നാലും നമുക്ക് ദൈവം തുറന്നു തരുന്ന നീക്കുപോക്കിൻ്റെ വഴിയുണ്ട്. ദൈവത്തിന് ആഴിയിലും വഴിയുണ്ട്, മരുഭൂമിയിലും വഴിയുണ്ട്. ഏതു സാഹചര്യത്തിലും ദൈവത്തിന് വഴി തുറക്കാൻ പറ്റും. ഈ വാക്യപ്രകാരം നമുക്ക് പരീക്ഷയുണ്ട്. നമുക്ക് വഹിക്കാവുന്നതിൽ മീതെ മനുഷ്യൻ നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പം നമ്മൾ ആരും പറയരുത് എനിക്ക് ഉള്ള പരിശോധന വേറെ ആർക്കും ഉണ്ടായിട്ടില്ലെന്ന്. നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കാം, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ട്രൂ. അത് സത്യമല്ല. അതാണ് ആ വാക്യം പറയുന്നത്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ആ വാക്യം വിശദീകരിക്കാൻ വി ആക്ച്വലി നീഡ് സം ടൈം. പക്ഷെ പൊതുവേ ഉള്ളൊരു ചിന്താഗതി ഞാൻ പറയും. ഒരു പൊതുമതം എങ്ങനെയാണ്? നമുക്ക് ദൈവം കഴിയുന്നതിന് മീതെ പരീക്ഷ തരില്ല എന്ന ഒരു പൊതു വീക്ഷണമുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ട്രൂ ദാറ്റ് ഈസ്. നമ്മുടെ ഒരുവന്റെ കപ്പാസിറ്റി സത്യത്തിൽ അറിയുന്നത് ദൈവത്തിനാണ്. ദൈവം ഒരു മെറ്റലിനെ ശോധനയിലൂടെ, തീയിലൂടെ കടത്തി വിടുമ്പം ആ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കൃത്യതയോടെ അറിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. ശരിയാണോ? പക്ഷെ നമ്മുടെയൊക്കെ മെൽറ്റിംഗ് പോയിന്റുകൾ വ്യത്യാസമാണ്. നമ്മൾ ഡിസ്ട്രോയിഡ് ആവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ സ്ട്രെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും. Now how is that? ഇതാ ഞാൻ ചിന്തിക്കുന്നത്. Are you with me? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? നമ്മൾ ഓരോരുത്തർക്കും പല വിധങ്ങളിലുള്ള പരിശോധനകൾ വരുമ്പോൾ വഹിക്കാവുന്നതിലും വിധം നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് എൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്നോ. ഗോഡ് ഓൺലി നോസ്. നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാതെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാനുള്ള പോയിന്റ് നമുക്കറിയില്ല, ദൈവത്തിനറിയാം. നമ്മളെ ബെസ്റ്റായിട്ട് പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും കൂടെ അതാണ്. തീയിൽ ഊതിക്കഴിച്ച പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. പൊന്ന് നശിക്കില്ല, പക്ഷെ ബെസ്റ്റ് പൊന്നായിട്ട് വരും. അതാ വചനം പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷ നമ്മൾ കുറച്ചൊക്കെ വയ്യോ എനിക്ക് വഹിക്കാതിനും ഇത് തരില്ല എന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ട് പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു ഗ്രേസിനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയും. ആൻഡ് യു ക്യാൻ കോൺഫിഡൻ്റ്ലി സേ, നമ്മുടെ അപ്പൻ, നമ്മുടെ പിതാവാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ട് ഐ വിൽ കം ഔട്ട് ബെസ്റ്റ് എന്നുള്ള ഒരു ധൈര്യം, ഞാൻ നശിക്കാതെ, എന്നെ നശിപ്പിക്കാതെ എന്നെ ബെസ്റ്റായി പുറത്ത് ദൈവം കൊണ്ടുവരുമെന്ന് ഇന്ന് നമ്മളോട് തന്നെ ആത്മാവിലൊന്ന് സംസാരിക്കാമോ? സ്പീക്ക് ടു യുവർ സെൽഫ്. എന്നെ ദൈവം ബെസ്റ്റായി പുറത്ത് കൊണ്ടുവരും. എൻ്റെ അപ്പനാണ് എൻ്റെ ശോധനകളിൽ എൻ്റെ ചൂളയെ നിയന്ത്രിക്കുന്നത്. പറയാമോ? എൻ്റെ അപ്പനാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ ശോധനകളിൽ എൻ്റെ ചൂളയെ നിയന്ത്രിക്കുന്നത്. എന്നെ നശിപ്പിക്കാൻ ഈ തീക്ക് കഴിയില്ല. ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് മെർസി. പക്ഷെ ശോധനകളുടെ നടുവിൽ നമുക്ക് ജ്ഞാനത്തിനായി ദൈവത്തോട് അപേക്ഷിക്കുന്നവരായിരിക്കണം. അതിനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷീകരണത്തിലും സാക്ഷ്യം പറയുന്നതിലും ദൈവവചനം പങ്കുവെക്കുന്നതിലും നമുക്ക് ജ്ഞാനം വേണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി.
സുവിശേഷീകരണം നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നതായിരിക്കണം. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. ആളുകൾ നമ്മളെ വായിക്കണം. നമ്മുടെ നൈബർഹുഡുകളിൽ നമ്മൾ സ്നേഹം വിളമ്പാൻ, കരുണയുള്ളവരാണെന്ന്, ദയാതൽപരരാണെന്ന്, നീതിയോടെ ചിന്തിക്കുന്നവരാണെന്ന് പറയാൻ കഴിയട്ടെ. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നവരായിരിക്കണം. സുവിശേഷീകരണം കേവലം വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലൂടെ സംസാരിക്കണം. നമ്മുടെ ഇടപാടുകളിൽ ജനങ്ങൾ അത് കാണട്ടെ. പക്ഷെ അത് നമ്മൾ ജ്ഞാനത്തോടെ ചെയ്യാൻ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഞാൻ വീണ്ടും പറഞ്ഞാട്ടെ, സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂൺ ടൈം അത് ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ, ആ തക്ക സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയുന്നൊരു വാക്ക് സുവിശേഷത്തിന് വേണ്ടി ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതായിരിക്കാം. പുറമേ ഉള്ളവരോട്, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറണം. അപ്പം ആ പെരുമാറ്റം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുമെന്ന് വചനം പറയുന്നു. ഞാൻ വിറ്റ്നസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച, വിച്ച് ഈസ് നെക്സ്റ്റ് സൺഡേ, നമുക്കൊരു അതിഥിയുണ്ട്. FMBBയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്നൊരു മിഷണറി ആണ്. നമുക്ക് മിഷണറി ഫാമിലിയാണ് വരുന്നത്. അബ്രഹാം അങ്കിളിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അവർ തിരുവനന്തപുരത്ത് ശുശ്രൂഷ വരുന്ന വഴിക്ക് നമ്മുടെ ചേർച്ചിലും ശുശ്രൂഷിപ്പാൻ, നമുക്കും ആ ശുശ്രൂഷ അനുഭവിപ്പാനൊരു അവസരമുണ്ട്. പക്ഷെ ഉച്ച കഴിഞ്ഞ് നമ്മളൊരു 2 hours, just 2 hours, 2.5 hours മാക്സിമം നിങ്ങൾ സൈനപ്പ് ചെയ്ത്, നിങ്ങൾ ഒന്നുകിൽ പോയിട്ട് 4-4:30 ആകുമ്പോൾ മടങ്ങി വരണം. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഈ പനമ്പള്ളി നഗറിലൂടെ നടന്നൊന്ന് പ്രാർത്ഥിക്കാനും, ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അവരോട് ക്ഷേമങ്ങൾ അന്വേഷിച്ച് സ്നേഹത്തോടെ അവർക്കൊരു ട്രാക്റ്റ് കൊടുക്കാനും. 100 ട്രാക്റ്റ് കൊടുക്കാനല്ല, നിങ്ങൾ ചിലപ്പോൾ 5 കൊടുത്താൽ മതി. നമ്മൾ ഒരുമിച്ച് നിന്ന് പാടാനും, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിളംബരം ചെയ്യാനും, മടികൂടാതെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ രക്ഷ നൽകുന്ന ദൈവത്തെക്കുറിച്ച് പറയാനും ഉള്ള ഒരു അവസരം നമുക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇന്ന് മുതൽ എനിക്ക് മനസ്സുണ്ട്, ഞാൻ തയ്യാറാണ് എന്ന് വാട്സാപ്പിലൂടെയോ അല്ലാതെയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. എത്ര പേര് വന്നാലും കുഴപ്പമില്ല, എല്ലാവരും വന്നാലും കുഴപ്പമില്ല, പക്ഷെ മനസ്സോടെ നിങ്ങൾ വരണം. ഇത് നമ്മൾ ചെയ്യണം. ശൂന്യമായ ഒരുപാട് ജീവിതങ്ങൾ നിങ്ങളുടെ ഒരു ചിരിയുടെ ആശ്വാസം കാത്തിരിക്കുന്നുണ്ട്. അവരെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി. ചിലപ്പോൾ അവരുടെ ടെൻഷൻ പോകും. അവരുടെ സങ്കടങ്ങൾ നിങ്ങളൊരു ആശ്വാസം പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങൾ അവരുടെ സങ്കടങ്ങളൊന്ന് കേട്ടുകൊടുത്താൽ മതി, കേട്ടാൽ മതി. പക്ഷെ അതിന് നമുക്ക് കൃപ തരുമോ? പ്രാർത്ഥനയോടെ അത് ചെയ്യാൻ നിങ്ങൾ മനസ്സ് കാണിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പം നൗ വി വിൽ സ്റ്റാർട്ട്. നെക്സ്റ്റ് സൺഡേയിൽ നമുക്കത് ആരംഭിക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും പറ്റുമെങ്കിൽ 1-2 സൺഡേ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. ഇനി ഞായറാഴ്ച അല്ല, മറ്റൊരു ദിവസമാണെങ്കിൽ ഞായറാഴ്ചയാണ് ഏറ്റവും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ലഭിക്കുന്നത് എന്നതുകൊണ്ട് ആ ഞായറാഴ്ച തന്നെ അതിന് മനസ്സ് കാണിക്കുന്നതായിരിക്കും ഐഡിയൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച ആളുകൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്ന പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ച്, ചില സമയത്ത് നിങ്ങളൊന്നും പറയേണ്ട, അവരെക്കുറിച്ച് ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മുടെ പ്രയാസം നമ്മൾ ചില സമയത്ത് എല്ലാ രക്ഷയും സ്നാനവും എല്ലാം പെടുത്തി ഇട്ട് കൊണ്ടുവരണമെന്നുള്ളത്. നോ, വി ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. അത് ചെയ്യണ്ട. സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കുക. ചിലപ്പോൾ ഒന്നും പറയണ്ട, സ്നേഹത്തോടെ കരുണയോടെ അവരോട് ഇടപെട്ടാൽ മാത്രം മതി. അതും ഒരു സുവിശേഷത്തിൻ്റെ വിറ്റ്നസ്സാണെന്ന് ഞാൻ ചിന്തിക്കുക. അതിന് നിങ്ങൾ തയ്യാറെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് മനസ്സ് വെക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ
ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും, വാസ്തവത്തിൽ wise as serpents എന്നാണ്, but as innocent as dove. പ്രാവിനെ പോലെ നിഷ്കളങ്കർ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? നമ്മൾ ചെന്നായ്ക്കളുടെ നടുവിലാണ് കുഞ്ഞാടുകളെ പോലെ പോകുന്നത്. നമ്മൾ ടെററിസ്റ്റായിട്ടൊന്നുമല്ല പോകുന്നത്, തീവ്രവാദികളൊന്നുമല്ല. വി ബ്രിങ് ഗുഡ് ന്യൂസ്. മനുഷ്യന്റെ രക്ഷ പ്രസിദ്ധമാക്കുന്നവരാണ്, കരുണയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്, സുരക്ഷിതത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്. ഒരിക്കലും ഇളകാത്ത ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധികളായി അവരോട് ആ രാജ്യത്തെക്കുറിച്ച് പറയുന്നവരാണ്. പക്ഷെ ചെന്നായ്ക്കളുടെ നടുവിലെന്ന് പറയുന്നത് നമുക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനമാണ്, നമ്മുടെ നിഷ്കളങ്കതയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. എന്താണ് ഈ പാമ്പിനെ പോലെ ബുദ്ധി, പ്രാവിനെ പോലെ നിഷ്കളങ്കത എന്നതിനെക്കുറിച്ച് വ്യാഖ്യാനമുണ്ട്. പക്ഷെ പാമ്പിനെ പോലെ ബുദ്ധി, ചിലർ പറയുന്നത് പാമ്പ് ഭയങ്കര ഷ്രൂഡാണ്. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്, ഭയങ്കര കൗശല ബുദ്ധിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സുവിശേഷീകരണത്തിൽ കൗശലം ഉപയോഗിക്കണമെന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. നോ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് റൈറ്റ്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കൗശലം ഉപയോഗിക്കേണ്ട കാര്യമില്ല. കൗശല ബുദ്ധിയോടെ അല്ല സുവിശേഷം പറയുന്നത്. പക്ഷെ ആളുകളെ അതിലേക്ക് നയിക്കാൻ വേണ്ടി നമുക്ക് പല വഴികൾ ഉപയോഗിക്കാം. പക്ഷെ അതിനൊരു ജ്ഞാനം ദൈവത്തോട് നമ്മൾ ചോദിക്കണം. സുവിശേഷീകരണത്തിലും സാക്ഷ്യം നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുന്നതിലും നമുക്ക് ഈ ജ്ഞാനം ആവശ്യമാണ്. എങ്ങനെ? ഈ പാമ്പിനൊരു പ്രത്യേകതയുണ്ടത്രേ. പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്രകമ്പനങ്ങളെ നമ്മൾ ചെറുതായിട്ടൊന്ന് നടന്ന് അതിനെ ഡേഞ്ചർ മനസ്സിലാക്കാനുള്ള, അതിനെ അവോയ്ഡ് ചെയ്ത് പോകാനുള്ള ഒരു പ്രത്യേകമായ പ്രാപ്തി പാമ്പിനുണ്ടെന്നാണ് പറയുന്നത്. പാമ്പിനെ കയറി ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് പാമ്പിനെ ചവിട്ടേണ്ട സാഹചര്യം വഴിയിൽ കിടക്കുന്നത്. അതൊന്നല്ല ഇരവഴുകിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ. പക്ഷെ പൊതുവേ പാമ്പിൻ്റെ ഡേഞ്ചേഴ്സിനെ കാണാൻ, പ്രകമ്പനങ്ങൾ അറിയാൻ, ചെറിയ കാൽപ്പാടുകൾ പോലും ദൂരത്ത് നിന്ന് മനസ്സിലാക്കാൻ അതിനൊക്കെ ഉള്ള പ്രത്യേക പ്രാപ്തി ഉണ്ടെന്നുള്ള. നമ്മൾ പോയി അകപ്പെട്ട് കൊടുക്കരുത്. ഏത് വ്യക്തിയോട് സംസാരിക്കണം, ആരുടെ അടുക്കൽ പോകണം എന്ന കാര്യത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതിന് നമുക്ക് ജ്ഞാനം ദൈവത്തോട് ചോദിക്കണം. പ്രാർത്ഥനയോടെ അല്ലാതെ നമ്മൾ മൂവ് ചെയ്യരുത്. ചിലരോട് എങ്ങനെ മറുപടി പറയണം, തർക്കത്തിലേക്കാണ് ആളുകൾ പെട്ടെന്ന് നമ്മളെ നയിക്കുന്നത്. ആ തർക്കം മാറ്റി ശരിയായ പാതയിലേക്ക് നടത്താൻ ചിലപ്പോൾ ഒരു ഉദാഹരണമോ ഒരു ജ്ഞാനമോ ഒരു വാക്കോ പറഞ്ഞ് ആ ഗതിയെ തിരിച്ചുവിടാനായിട്ട് നമുക്ക് കഴിയും. അതിന് നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. നമ്മൾ മനുഷ്യന് ട്രാപ്പിൽ പോയി പെടരുത്. സുവിശേഷീകരണത്തിൽ നമുക്ക് ജ്ഞാനം ആവശ്യമാണെന്ന് ദൈവവചനം പറയുന്നു. നമുക്ക് ദോഷം വരുത്തുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതിൻ്റെ നടുവിൽ വളരെ വിവേകത്തോടെ ചിലരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഞാൻ ഓൺലൈനിൽ പറയുന്നില്ല. ഒരിക്കലൊരു വ്യക്തി പറഞ്ഞൊരു കാര്യം ഞാൻ മൈക്കതിന് ഉപയോഗിക്കുന്നില്ല. എന്ത് പറയണമെന്ന് ഇന്ന് ഓൺലൈനിലൂടെയൊക്കെ ഉള്ള ഈ പ്രസംഗങ്ങളിൽ ചില നിസ്സാരമായ വാക്കുകൾ പറയുമ്പോൾ എത്ര വലിയ പ്രശ്നമാണ് ഉണ്ടാവുന്നത് അറിയാമോ? നമുക്ക് എതിരെയുള്ള ആയുധങ്ങളായി വരുന്നു എന്നുള്ളതാണ്. എത്ര തെറ്റായ സാക്ഷ്യമായിട്ടത് മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ആഴ്ചകളിൽ ജ്ഞാനത്തെക്കുറിച്ചും മൂഢതയെക്കുറിച്ചും കമ്പയർ ചെയ്ത് പഠിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. 1-2 കാര്യങ്ങൾ കൂടെ ചേർത്ത് വെച്ച് ഞാൻ ഇന്ന് ഇരിക്കാം. നമ്മുടെ ശരീരവും മനസ്സും ദൈവാത്മാവിൻ്റെ മന്ദിരമാണെന്ന് വചനം പറയുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇതിനെ കരുതാനും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും നമുക്ക് ജ്ഞാനം ആവശ്യമാണെന്ന് വചനം പറയുന്നു.
സദൃശവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം എടുത്തേ. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. സന്തുഷ്ട ഹൃദയം നല്ലൊരൗഷധമാകുന്നു, തകർന്ന മനസ്സ് അസ്ഥികളെ ഉണക്കുന്നു. അസ്ഥികളെ ഉണക്കുന്നു പറയുന്ന ഒരുതരം ബോൺ ക്യാൻസറാണ്. അസ്ഥികളെ ദ്രവിപ്പിക്കുന്നു. ഡ്രൈ അറ്റ് ദ ബോൺസ് എന്നാണ്. അസ്ഥികൾക്ക് ദ്രവത്വമാണ് തകർന്ന മനസ്സ്. സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പറയുമ്പോൾ അത് ആത്മീയമായിട്ട് മാത്രമല്ല, ശരീരത്തിനും അത് അനുഗ്രഹമാണ്, ഔഷധമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും നമ്മുടെ വികാരങ്ങളെയും ഒക്കെ ആരോഗ്യമായി സൂക്ഷിക്കാൻ നമുക്ക് ജ്ഞാനം വേണം. ഇത് പല നിലകളിൽ വർഷങ്ങളിലുടനീളം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അരുണും അത് ഉറപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ എത്രമാത്രം കരുതലെടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ, നമ്മുടെ ആലയമാണെങ്കിൽ, ഈ ആലയത്തെ ആരോഗ്യത്തോടെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ എത്രമാത്രം കരുതലുള്ളവരാണ് നമ്മൾ എന്ന കാര്യം പ്രായോഗികമായി നിങ്ങളോട് ചോദിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ബോധം നമ്മളിൽ വളരുന്നുണ്ടോ? അതോ എൻ്റെ ആത്മാവ് മാത്രമാണ് പ്രധാനം, ശരീരം പ്രധാനമല്ല എന്ന ഒരു ചിന്താഗതിയാണോ നമുക്ക് ഉള്ളത്? ദൈവം നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത്. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു. ഇന്നലെയും ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പക്ഷേ ഈ പ്രാകൃത ശരീരത്തിന് പ്രാധാന്യമുണ്ടോ ഇല്ലയോ? കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേട്ട് ജീവനിലേക്ക് വരുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിന് പ്രാധാന്യമുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടുമുണ്ട്. ഇതിനെ മനോഹരമായിട്ട്, വൃത്തിയായിട്ട്, ആരോഗ്യമായിട്ട് സൂക്ഷിക്കേണ്ടത് നിർണായകമാണ്. ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ. മാനസിക ആരോഗ്യം എന്നുള്ളത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറി. നമ്മുടെ നാട്ടിലടക്കം മനസ്സിൻ്റെ സംരക്ഷണം, മനസ്സിൻ്റെ ആരോഗ്യം, ഇതിനു വേണ്ടി എത്ര ലക്ഷം രൂപ മുടക്കാനും ആളുകൾ തയ്യാറാണെന്നറിയാമോ? സന്തോഷമുള്ള പരിതസ്ഥിതികളാവണം. മനസ്സിനും വികാരങ്ങൾക്കും സന്തോഷമുള്ള പരിതസ്ഥിതിയാക്കി നമ്മുടെ ഭവനത്തിലെ അന്തരീക്ഷത്തെ മാറ്റാൻ എനിക്ക് ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കണം. പാസ്റ്റർ പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾ ഒരല്പസമയം വേറിട്ട് പോകാൻ സമയം കണ്ടെത്തണം. ജോലി തിരക്കുകളിലും പണസമ്പാദനത്തിലും പെട്ട ഓവർ വർക്ക് ചെയ്ത് ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ട് പണം മാത്രമുണ്ട്, ബാക്കി ഒന്നും ഇല്ലാത്ത അവസ്ഥ വരരുത്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യത്തെയും നമ്മുടെ സ്വയത്തെയും. വചനം പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ മാത്രമല്ല പറയുന്നത്. അങ്ങനെയാണോ പറയുന്നത്? നിന്നെപ്പോലെ. അപ്പോൾ പറയും, ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെ എന്തിനാ അയൽക്കാരനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? നമ്മളെല്ലാം പറയും നമ്മുടെ സെൽഫ് കെയറിന് പ്രാധാന്യം കൊടുക്കാറില്ല. ചിലർ അതിന് അമിത പ്രാധാന്യം നൽകുന്നു. അമിത പ്രാധാന്യത്തെക്കുറിച്ചല്ല പറയുന്നത്. സെൽഫ് കെയറിനും ഹെൽത്ത് കെയറിനും പ്രാധാന്യമുണ്ട്. നമ്മൾ ഇവിടെ ഫുഡിൻ്റെ ശേഖരവും ഫുഡിൻ്റെ ഈ വിപണനമൊക്കെ നടത്താനുള്ള പരിശ്രമം പാസ്റ്റർ നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നല്ല ഭക്ഷണം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആഗ്രഹത്തോടെ, നല്ലൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡായി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ഒരു സംരംഭം തന്നെ രൂപം കൊടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി വഴി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അത് വലിയൊരു കാര്യമാണ്. ഒരു നാട്ടിൽ ആരോഗ്യമുള്ള നല്ല ഭക്ഷണം കൊടുക്കാൻ ചേർച്ചിന് കഴിയും. ചേർച്ച് ഈവൻ ഒരു
ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഫുഡ് ഔട്ട്ലെറ്റ് തുടങ്ങുകയാണെങ്കിൽ തന്നെ അത് ഏറ്റവും നല്ല നിലയിൽ ആത്മാർത്ഥതയോടെ അന്യായമായ അല്ല, ന്യായമായ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ന്യായമായൊരു പ്രോഫിറ്റ് വേണം. ന്യായമായ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഏറ്റവും വിശ്വസ്തമായിട്ട് മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഭയ്ക്കകത്തുള്ള, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്കത് ഏറ്റവും ഭംഗിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള നിലകളിലേക്ക് നമുക്ക് മാറാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, ഏറ്റവും നന്നായി ചിന്തിക്കാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവകൃപയിൽ ശരണപ്പെട്ട് നമ്മുടെ മനസ്സും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ശരീരത്തെയും ആരോഗ്യമായി സൂക്ഷിക്കുന്നതിൽ എവിടെ അപര്യാപ്തത വരുന്നത്? സഭയിൽ വരുമ്പോൾ മാത്രമാണോ നമുക്കൊരു ആനന്ദവും വിശ്രാമവും ഉള്ളത്? ആത്മീയ കാര്യങ്ങളിൽ മാത്രമാണ് അതിനങ്ങനെ റിലീഫായിട്ട് സ്വസ്ഥതയോടെ വന്നിരിക്കാൻ പറ്റുന്നത്? അങ്ങനെ മാത്രമേ ആവരുത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കൂട്ടായ്മ നമുക്ക് സമ്പൂർണ്ണ മനുഷ്യനിൽ വലിയ കൃപയും വളരെ വലിയ ബലവും സന്തോഷവും ഒക്കെ തരുന്ന കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നന്നായി ആരോഗ്യകരമായി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടൊരു പ്ലാൻ വേണം. അതൊരു ജ്ഞാനമാണ്, അത് ദൈവത്തിന് പ്രസാദമാണ്. അതൊരിക്കലും തെറ്റല്ല എന്ന് ഞാൻ പറയട്ടെ. തെറ്റായ കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ആളുകൾക്ക്, ചിലർക്ക് വികാരം, ഈ ഇമോഷണലായിട്ട് റിലീഫ് ഉണ്ടാവും, ഡ്രഗ് എടുക്കുന്ന ആളുകളെ നമുക്കറിയാം. ആൽക്കഹോളിക് അഡിക്ഷൻ, അങ്ങനെയുള്ള തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നു. പക്ഷെ ശരിയായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ വിസമ്മതിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. ഇതെല്ലാം പ്രായോഗികമായ കാര്യങ്ങളായതുകൊണ്ട് ഈ മേഖലകളിലെല്ലാം നമുക്ക് ദൈവജ്ഞാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തമായ കുറേ മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഇതെല്ലാം വളരെ സമീകൃതമായിട്ട് നമുക്ക് ജ്ഞാനത്തിൽ മുമ്പോട്ട് പോകാൻ, ആത്മീയമായിട്ട് വളരാൻ, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ, നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ, എല്ലാ ഇടങ്ങളിലും നമുക്ക് ആ സമഗ്രമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനത്തോടെ മുമ്പോട്ട് പോയില്ലെങ്കിൽ നാശമാണ്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം മൂഢത സത്യത്തിൽ എന്താണെന്ന്. മൂഢതയെക്കുറിച്ച് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ജ്ഞാനത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ള കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ മഹത്വം താരതമ്യപ്പെടുത്തി ആരായുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും താഴ്ത്തി നമുക്ക് ദൈവികമായ ജ്ഞാനം എൻ്റെ ദൈനംദിന ജീവിതത്തിലെ സമസ്ത മേഖലകളിലും എൻ്റെ സമ്പൂർണ്ണ മനുഷ്യനിൽ ഉണ്ടാകാൻ, ഈ ലോകത്തിൽ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് ബോധപൂർവം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഉള്ള കൃപ ദൈവമേ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ ജ്ഞാനത്തോടെ ദൈവം സൃഷ്ടിച്ചു, എൻ്റെ പരിതസ്ഥിതികളെ സൃഷ്ടിച്ചു, എനിക്ക് തിരഞ്ഞെടുപ്പുകൾ നൽകി. ദൈവമേ എന്നെ ആ ദൈവികമായ ജ്ഞാനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ വളരെ സങ്കീർണമായ ഈ ലോകത്ത് ദൈവമേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ള ജ്ഞാനികളുടെ ഗണത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടെ
നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് കടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമാകുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രായോഗികമായി ഞങ്ങൾ കേട്ട സത്യങ്ങൾക്ക് മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ജ്ഞാനം കുറവായ മേഖലകളുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പരിശോധനകളുടെ നടുവിൽ ഞങ്ങൾക്ക് കർത്താവെ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. കർത്താവ് വഴികളെ തുറന്നു തരണമേ, ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ പൊന്നുപോലെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിൻ്റെ ബാലൻസ് നഷ്ടമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകൃപ ധാരാളമായി പകരുകയും സ്വർഗീയമായ ജ്ഞാനം, വിശുദ്ധമായ ജ്ഞാനം ഞങ്ങൾക്ക് പകരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.